ഒരു മുംബൈയിൽ സ്റ്റാൻലി നോക്കി നിൽക്കെ അലീന റീത്തയെ തല്ലുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, നാളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അലീന വളരെ സങ്കടത്തിലാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഭാഗമായി തന്നെ അലീന ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അതായത് ഇനിയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, തനിക്ക് പഴയ ഗതി തന്നെ വന്നു കഴിഞ്ഞാൽ താൻ എന്തു ചെയ്യുമെന്ന് അലീന ചിന്തിക്കുകയാണ്. ഇവിടെ നിന്നും എന്തായാലും അധിക നാൾ നിൽക്കാനായിട്ട് കഴിയില്ല എന്നും അധികം വൈകാതെ തന്നെ ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുമെന്നും അലീന വിചാരിച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒന്ന് പപ്പയോടും കൂടാതെ തന്നെ ഇവിടുത്തെ ഉള്ളവരോടൊക്കെ ഒന്ന് അകലം പാലിക്കുന്നതാണ് എന്നുള്ള ചിന്തയും അലീനയുടെ മനസ്സിൽ മിന്നിമറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ അലീനയുടെ അടുത്തേക്ക് എന്തുകൊണ്ടാണ് മോളെ നീ ഭക്ഷണം കഴിക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് കടന്നു വരികയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയം അലീന പറയുന്നുണ്ട്, എനിക്ക് വേണ്ട പപ്പ, ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ കഴിക്കാനായിട്ടുള്ള വിശപ്പുമില്ല, കഴിക്കാനായിട്ട് തോന്നുന്നുമില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. മോളെ, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ശരിയാകില്ല എന്നും നിനക്ക് ഉന്മേഷവും ആരോഗ്യവും വേണമെങ്കിൽ ഭക്ഷണം കഴിക്കണമെന്നും സ്റ്റാൻലി പറയുകയാണ്. നിന്നെ ഇപ്പോൾ ഒന്ന് നോക്കി, ആകെ ക്ഷീണിച്ചു. നീ ഒന്നാമത് ക്ഷീണിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. നീ നന്നായിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് സ്റ്റാൻലി അലീനയോട് പറയുകയാണ്. എന്തിനാ പപ്പ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? നമ്മൾ വേർപിരിയാനുള്ളവരല്ലേ? അധികം വൈകാതെ ഞാനിവിടെ നിന്ന് പോകേണ്ടി വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ മോളെ, നിന്നെ ആര് പുറത്താക്കാനാണ്? ഞാൻ വിളിക്കാതെ ആർക്കും, അതായത് ഞാൻ പുറത്താക്കാതെ ആർക്കും ഇവിടെ നിന്ന് പുറത്താക്കാനായിട്ട് കഴിയില്ല. അതിന് ഈ പപ്പ ജീവനോടുള്ളിടത്തോളം കാലം അതിന് സമ്മതിക്കുകയില്ല, സാധിക്കുകയുമില്ല എന്ന് പറയുന്നു. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വരെ ഈ പപ്പ തയ്യാറാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ വളരെയധികം സന്തോഷിക്കുകയാണ്. ഇത്തരം ഒരു പപ്പയാണല്ലോ തനിക്ക് കിട്ടിയത് എന്നതിൻ്റെ സന്തോഷമാണ് എന്ന് കാണാനായിട്ട് കഴിയൂട്ടോ. ഇതേ സമയം നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ അലീനയോട് ഭക്ഷണം കഴിക്കാനായിട്ട് പറയുകയും എന്ത് പ്രശ്നമുണ്ടായാലും നമുക്ക് നോക്കാമെന്ന് പറയുകയും ചെയ്യുന്നത് കാണാൻ കഴിയുന്നു. ഇതേ സമയം തൻ്റെ പപ്പയുടെ വാക്ക് കേട്ട അലീന ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഇതിനു മുമ്പ് തന്നെ പൗലോസിനോട് സ്റ്റാൻലി പറയുന്നുണ്ട്, തൻ്റെ മകൾക്കെതിരെ നിൽക്കരുതെന്നും നിന്നു കഴിഞ്ഞാൽ നിനക്ക് തന്നെയായിരിക്കും അതിൻ്റെ ദോഷമെന്നും പറയുന്നു. നീ അവളുമായിട്ട് വെറുതെ മത്സരത്തിന് നിൽക്കണ്ട, നീ തോറ്റുപോകത്തേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ പൗലോസ് ആണെങ്കിൽ കാര്യം മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്. അതായത് ഇനിയും തൻ്റെ പ്രവണതയും കൊണ്ടുപോയാൽ നല്ലൊന്നാന്തരം ജോലി നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിയുന്ന പൗലോസ് പതിയെ ഒന്നൊതുങ്ങാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ റീത്ത ആണെങ്കിൽ പൗലോസിനെ വിളിച്ച് ഓരോ കാര്യങ്ങളിങ്ങനെ നിരന്തരം വിളിച്ച് അറിയുകയാണല്ലോ. അതുകൊണ്ട് തന്നെ പൗലോസ് പറയുന്നുണ്ട്, കേണൽ സാബിന് അലീനയെ ഭയങ്കര ഇഷ്ടമാണെന്നും ഉള്ള മക്കളെക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം അലീനയെയാണെന്നും അലീന പറഞ്ഞ കേണൽ സാബ് എന്തും അനുസരിക്കുമെന്നും നമ്മുടെ റീത്തയോട് പൗലോസ് പറയുന്നുണ്ട് കേട്ടോ. സത്യസന്ധമായി തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ റീത്തയാണെങ്കിൽ അപ്പം കാര്യങ്ങൾ അങ്ങനെയാണല്ലേ പൗലോസേ എന്ന് ചോദിക്കുമ്പോൾ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് റീത്ത ചേച്ചി. എന്തായാലും അധികാര കൈമാറ്റം അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം അധികാര കൈമാറ്റോ, നീ എന്താ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതായത് കേണൽ സാറിൻ്റെ സ്വത്തും കാര്യങ്ങളൊക്കെ അലീനയ്ക്കാണല്ലോ ഇനി സ്വത്തിൻ്റെയും കാര്യത്തിലൊക്കെ അവകാശവും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് പോകുന്നത്. അത് അധികം വൈകാതെ തന്നെ അവളിൽ വന്നു ചെന്നെത്തുകയും ചെയ്യും എന്ന് പറയുന്നു. ഇതേ സമയം
സ്വത്തുക്കളൊക്കെ അവളിലേക്ക് പോകുമെന്ന് തിരിച്ചറിയുന്ന നമ്മുടെ റീത്തയാണെങ്കിൽ സ്റ്റാലിൻ്റെ മക്കളെയും ഭാര്യയെയും കൂട്ടി സ്റ്റാലിൻ്റെ കൊട്ടാരത്തിൽ വന്ന് കയറുകയാണ്. ഇതേ സമയം അലീനയെ കണ്ടതും എൽസമ്മയാണെങ്കിൽ ദേഷ്യപ്പെട്ട് തുടങ്ങുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, എന്നോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. നിങ്ങളോട് കൂടിയാലോചിച്ച് തീരുമാനമെടുക്കാത്തത് നിങ്ങൾ പപ്പയെ വിട്ട് മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾ പപ്പയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളോടും പപ്പ അനുവാദം ചോദിച്ചേനെ എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഈ സ്ത്രീയുടെ വാക്ക് കേട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം തുലച്ച് കളയുകയാണ് എന്നുകൂടി പറയുന്നു. എന്താടി നീ പറയുന്നത്? ഇന്നലെ കയറി വന്ന് നീ എന്നെ ഭരിക്കാൻ ശ്രമിക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, നിങ്ങളെ ഭരിക്കാൻ ശ്രമിക്കുകയല്ല, നിങ്ങളെ പൊളിക്കാൻ ശ്രമിക്കുകയാണ് ഞാനെന്ന് അലീന റീത്തയുടെ മുഖത്ത് നോക്കി പറയുന്നു. നിങ്ങളുണ്ടല്ലോ വെറുതെ തൻ്റെ പപ്പയുടെ പൈസ നക്കി തിന്നുകയാണ് എന്ന് അലീന പറഞ്ഞു വയ്ക്കുകയാണ്. പപ്പയുടെ ഭാര്യയെയും തൻ്റെ സഹോദരങ്ങളെയും കൂടെ കൂട്ടി നിർത്തിയിട്ട് യാതൊരു പണിയും എടുക്കാതെ ഫ്രീ ആയിട്ട് പപ്പയുടെ പൈസയും മേടിച്ച് തിന്നുന്ന, വെറുതെ ഇരുന്ന് തിന്നുന്ന നിങ്ങളല്ലേ, നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് എൻ്റെ പപ്പയെ കുറ്റം പറയാനായിട്ട് എന്ന് ചോദിക്കുന്നു. ഇതേ സമയം സ്റ്റാൻലി അവിടേക്ക് വരുന്നുണ്ട്. സ്റ്റാൻലി അലീനയുടെയും റീത്തയുടെയും ഇടയിലേക്ക് കയറുന്നില്ല. നിങ്ങൾ എൻ്റെ പപ്പയുടെ ജീവിതം നശിപ്പിച്ചത് എന്തിനാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഒരുപാട് പൈസ കിട്ടാനല്ലേ, വെറുതെ ഇരുന്ന് തിന്നാനല്ലേ എന്ന് അലീന ചോദിക്കുന്നു. എന്താടി നീ പറഞ്ഞത്? നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീനയുണ്ടല്ലോ, കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ റീത്തയോട് ദേഷ്യപ്പെടുന്നു. നിങ്ങളെപ്പോലുള്ള സ്ത്രീകളെ കുറേ ഞാൻ കണ്ടിട്ടുണ്ട് എന്നും അലീന പറയുകയാണ്. ചേച്ചി, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ഒരിക്കലും ഇവരുടെ വാക്ക് കേട്ട് ഉപേക്ഷിക്കരുത്, ഒറ്റപ്പെടുത്തരുത്. ഇവരുടെ കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങളെ ഉപയോഗിക്കുന്നത് എന്ന് അലീന പറഞ്ഞു വയ്ക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയെ തല്ലാനായിട്ട് റീത്ത കൈയോങ്ങുമ്പോൾ, എന്നെ തല്ലാൻ നിങ്ങളായിട്ടില്ല. ഞങ്ങളുടെ വീട്, എൻ്റെ പപ്പയുടെ വീട്, ഇവിടെ ഞങ്ങൾക്കുള്ള അധികാരം കഴിഞ്ഞേ നിങ്ങൾക്കുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണമെന്നും, എൻ്റെ വീട്ടിൽ കയറി തോന്നിവാസം കാണിക്കാൻ നിന്നാൽ ചുട്ട അടി കിട്ടുമെന്നും പറഞ്ഞ് റീത്തയുടെ അഹങ്കാരത്തിന് തിരിച്ചടിയായി കരണത്തൊരടി കൊടുക്കുന്ന അലീനയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും.